എടോ വെന്നീസിലെ വ്യാപാരി, താൻ ഉറങ്ങിയോ? ഇവിടെ എന്താ ഇരുട്ടിന്റെ ആത്മാവെന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുവാന്നോ? ഓ, കറണ്ട് ബില്ല് ലാഭിക്കാൻ വേണ്ടി ഇരുട്ടത്തിരിക്കല്ലേ? എന്റെ കാലേ ഒന്ന് നിക്ക് സാറോ, അവിടെ നിക്ക്. നീ എന്താ എന്നെ വിളിച്ചത്? എന്താ മനുഷ്യനിവിടെ തീരുന്നോണ്ടിരിക്കുമ്പോ തോന്നിയ സമ്മർദ്ദം ഉണ്ടല്ലോ. താൻ ആരെയാ പേടിപ്പിക്കുന്നേ? തന്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിന്ന ഒരുത്തനാ ഞാൻ. പക്ഷെ തന്റെ കച്ചവട ഭ്രാന്ത് മൂത്ത് ഇന്ന് ഒന്നും അറിയാത്തൊരു പെങ്കൊച്ചിന്റെ ജീവിതമാ താൻ ഇല്ലാതാക്കിയത്. കാശിനേക്കാൾ വലുത് മറ്റു പലതുമാണെന്ന് താൻ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അന്ന് തന്നെ തിരക്കി ഞാൻ വരും. മോഷ്ടിക്കാനൊന്നുമല്ല, തനിക്ക് മനസ്സമാധാനം ഉറക്കമില്ലാത്തത് കൊണ്ട് എന്തായാലും അത് നടക്കില്ല. തനിക്ക് ഈ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണെന്ന് എണ്ണി എണ്ണി പറഞ്ഞു തരാൻ. അയ്യോ, ചന്ദ്ര, ഞണ്ട് കയറി മതി. അയ്യോ സാറേ, എന്നെ ഒന്നും ചേരുത്, ഞാൻ നീന്തി രക്ഷപ്പെട്ടോളാം. നിന്നെ തല്ലാനോ കൊല്ലാനോ ആയിരുന്നെങ്കിൽ അത് ആ വീട്ടിൽ വെച്ചാ കാര്യന്നല്ലേ. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴാ മനസ്സിൽ പലതും തള്ളിക്കയറി വരുന്നു. എടാ, ഞാൻ കാശിന്റെ പുറകെ നടക്കുന്നവനാണെങ്കിൽ ലക്ഷ്മിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അന്നേ അവളെ സ്വന്തമാക്കിയ പോരായിരുന്നു. ഇത് എനിക്ക് കച്ചവടത്തിന്റെ ലഹരി തലവെക്കറി കണ്ണുകൊണ്ടുണ്ടായത്. അമ്മൂന് എനിക്ക് വേണം. ഇനി അവളെ മനസ്സ് വേദനിപ്പിക്കരുത്. നമുക്കിപ്പൊ തന്നെ പോയി അവളെ വിളിച്ചിട്ട് വരാം. അജയന്റെ കൊലക്കേസ് അന്വേഷിക്കാനല്ലേ ഞാൻ ആദ്യമായിട്ട് ഈ കരയിൽ വരുന്നത്. അതൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. നീ വാ. സാർ, അറിയാതെ ഞാൻ എന്തെങ്കിലും... അതൊന്നുമില്ല, നീ വാ. തീ വിളിച്ചു. ആരോ തീ വെച്ചതാ. ഇരുട്ടത്തിലൂടെ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് ആള് കണ്ടില്ല. സാറ് വേണ്ട, ഇതിനകത്ത് നിന്നെ എന്തെടുക്കാന്? മൊത്തം കത്തിപ്പടർന്ന് നിൽക്കുന്നുണ്ടല്ലോ. എന്നെ വേണ്ട, എന്നെ അയ്യോ, എന്റെ 50,000 രൂപ മുതലാളി പറഞ്ഞിട്ടാ ഞാൻ ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്തത്. എന്റെ ദൈവമേ, എന്റെ കാശ് പോയല്ലോ. നിങ്ങൾ ആരും വിഷമിക്കണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ബാങ്ക് കൊണ്ടുണ്ടായ നഷ്ടം ഞാൻ തന്നു തീർത്തിരിക്കും. പറയുന്ന കേക്ക്, ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ? കാശെടുക്കാൻ പോയിട്ടുണ്ട്, ഇപ്പൊ വരും. വന്നാൽ ഉടനെ നിങ്ങളുടെ കടം തീർക്കും. ചുങ്കത്തറക്കാര് ബാങ്കിൽ ഇടപാടുകാരാന്ന് പറഞ്ഞ് ലോറിയിൽ അക്കരെ നാളെ ഇറക്കിക്കൊണ്ടിരിക്കുക. കാശിപ്പോ വരും, എല്ലാവർക്കും തരാം. ബാങ്കിന് ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് ചുങ്കത്തറക്കാരെ ബാങ്ക് എത്തിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ. രജിസ്റ്റർ മുഴുവൻ കത്തിപ്പോയതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ ഇടപാടാ നടത്തിയിരിക്കുന്നതിന് ഒരു തെളിവില്ല. വരുന്നവർക്ക് മുഴുവൻ കാശ് കൊടുക്കാൻ നിന്നാ എന്റെ വീടും ഫാക്ടറി അടക്കം എന്റെ സകല സമ്പാദ്യങ്ങളും വിൽക്കേണ്ടി വരും. എന്നെ ഒറ്റയടിക്ക് പുകച്ചു കളയാനാ അവന്മാരെ ബാങ്ക് എനിക്ക് വിറ്റത്. സ്വന്തം ബാങ്ക് കത്തിച്ചിട്ട് കരക്കാർ കാശ് വെച്ച് വന്നപ്പോ മാറി നിന്ന് കഥ പറയുന്നോടാ. ബാങ്ക് എത്തിച്ചാരാന്ന് ഞാൻ കാണിച്ചു തരാടോ.
അകത്തൊന്ന് ഒന്ന് പിടിച്ച പിടിക്കും വണ്ടി വിളിക്കും കൊണ്ടുവാ വണ്ടി എടുക്കണ നിങ്ങൾ ആരും പേടിക്കണ്ട. അവന്റെ സ്വത്തുക്കൾ മുഴുവൻ പോലീസിനെ കൊണ്ട് കണ്ടുകെട്ടിച്ച് നിങ്ങൾ എല്ലാരും കാശ് വാങ്ങിച്ചെന്ന കാര്യം ഞാൻ കിട്ടും. കാശ് ചക്രമാ ഇവിടെ കൊണ്ടുവന്നതും സമ്പാദിച്ചതും എല്ലാം കയ്യിൽ നിന്ന് പോയില്ലേ? ചവിട്ട് നിൽക്കാൻ ഒരു തരി മണ്ണ് പോലും ഇല്ലാതാവുമല്ലോ പൗത്രം മുതലാളി. നമ്മുടെ നാടിന്റെ അഭിമാന ഭാജനമായിരുന്ന സഖാവ് അജയന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് അജയൻ കൊലക്ക് CBIക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ നാടിന്റെ നിവേദനം അജയന്റെ സഹോദരിയും പ്രമുഖ ഹാൻഡിക്രാഫ്റ്റ് എക്സ്പോർട്ടറുമായ ശ്രീമതി അമ്മുവിൽ നിന്നും നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലോനപ്പൻ ഏറ്റുവാങ്ങുന്നതാണ്. നമസ്കാരം. ഇത് വല്ലതും നടക്കുവോ പ്രസിഡന്റ്? എന്ത് ചോദ്യ കൊച്ചുകൃഷ്ണ ഇത്? എന്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സ്വാധീനം വെച്ച് നിനക്ക് മൃഗശാലയിൽ ജിറാഫിന് തീറ്റ കൊടുക്കുന്ന പണി വരെ മേടിച്ചാൽ എനിക്ക് പറ്റും. പിന്നെയാണ് ഒരു CBI അന്വേഷണം. ഗോവിന്ദേട്ടന് തരാൻ ഒരു കൊല പഴം ഞാൻ ചാരത്തി പൂത്തി വെച്ചിരിക്കുക. നല്ലോണം പഴുത്തിട്ട് വീട്ടിലേക്ക് കൊടുത്ത് വിട്ടേക്ക്. ഓ പവിത്രൻ എനിക്ക് അമ്മൂനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. നിന്നെ കാണാൻ വേണ്ടി മാത്രമേ ഞാൻ ഇവിടം വരെ വന്നു. എനിക്ക് പറയാനുള്ളത് കേട്ടേ പറ്റൂ. നിനക്കെന്താ ഇത്രമാത്രം പറയാനുള്ളത്? പൂജപ്പര സെൻട്രൽ ജയിലിൽ നിന്ന് ഗോതമ്പുണ്ട വിഴുങ്ങിയ വിശേഷങ്ങളോ? മുതലാളിയുടെ ഫാക്ടറിയും കിടപ്പാടവും സർക്കാർ കണ്ടുകെട്ടി കരക്കാർക്ക് വീതിച്ചു കൊടുത്തത് മുതലാളി അറിഞ്ഞില്ലായിരുന്നോ? പിന്നെ കൂടെ ഉണ്ടായിരുന്ന ചന്ദ്രൻപിള്ള കൊള്ളന് കഞ്ഞി വെച്ച കരിങ്കള്ളനാണെന്ന് കരക്കാർക്ക് ബോധ്യമായതോടെ അവനും നാട് വിട്ടു. മുതലാളിക്ക് ഇപ്പൊ ഈ കരയിൽ ആകെ ഉള്ളത് ഫാക്ടറിയിൽ നിന്ന് കയറ് കടത്തിയിരുന്ന ആർക്കും വേണ്ടാത്ത ഹോട്ട വള്ളം മാത്രമാ. എന്ന് വെച്ചു മുതലാളി ഒന്നുമില്ലാത്തവനെന്ന് ഞാൻ പറയില്ല. മുതലാളിക്ക് ഇപ്പൊ സ്വന്തമായി ദാരിദ്ര്യവും കഷ്ടപ്പാടും ജയിൽ പുള്ളിന്ന് ഒരു സൽപ്പേര് എല്ലാം ഉണ്ട്. ഒന്നും തിരിച്ചു പിടിക്കാനല്ല ഞാൻ വന്നത്. എനിക്ക് അമ്മൂനെ ഒന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിന്? ഓ എന്റെ മോളിപ്പോ കാശുകാരിയാണല്ലോ. കാശിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനാ നീ എന്ന് എനിക്കറിയാം. കാശിന് വേണ്ടിയല്ല, ഞാൻ പണ്ട് നീ ഈ ചന്തക്കടയിൽ വെച്ച് എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? അത് ഞാൻ അങ്ങോട്ട് പറയാ. എന്റെ മോളുടെയോ എന്റെ സ്ഥാപനങ്ങളുടെയോ 7 അയലത്ത് നിന്റെ നിഴൽ വെട്ടം കണ്ടാൽ ചോള കൊടുത്ത് കൊച്ചിന്ന് വല്ല ചുണയുള്ള ആൺകുട്ടികളെ ഇറക്കും. പിന്നെ നിന്റെ ശവം പോലും പുറത്തു കാണില്ല. അതുകൊണ്ട് മര്യാദക്ക് കര വിട്ട് പൊയ്ക്കോ, ഇല്ലെങ്കിൽ നാളത്തെ സൂര്യോദയം നീ കാണില്ല. ഇവിടെ വെയിറ്റ് ചെയ്യ്. ഐ ഗോ ആൻഡ് ഫാസ്റ്റ് ആയിട്ട് കമ്മ. ഓക്കെ മുതലാളി ഡേഞ്ചർ ഡേഞ്ചർ. ടൂറിസ്റ്റുകളെ കൊണ്ട് ഗസ്റ്റ് ഹൗസിലാക്കാൻ പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ഓടി കളിക്കുന്നോ? യുവർ എനിമി ലാൻഡഡ് കെയർഫുള്ളി. ഏതോ മറാമയുടെ കൂടാണെന്ന് കുറച്ച് മുറി ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഇവനെ ഒന്നും ഗസ്റ്റ് ഹൗസ് തന്നെ മാനേജരാക്കരുതെന്ന് അന്നേ ഞാൻ പറഞ്ഞു. ഒരു പണി ഏൽപ്പിച്ചിട്ട് തീർക്കാതെ തിരിച്ചു വന്നിരിക്കുന്നു. വന്നു തർക്കുത്തരം പറഞ്ഞോളാം. അതല്ല, പവിത്രൻ ജയിലിൽ നിന്ന് വന്നു. ഈ ലോനപ്പേട്ടൻ പറയുന്നത് ശരിയാണെന്നാ എനിക്കും തോന്നുന്നത്. അതങ്ങനെ അവനെ വഴിയുള്ളടാ. എന്തായാലും സംഗതി കുഴപ്പാ. ഇതാ കണ്ടോ, ചെരുപ്പ് പൊട്ടി കിടക്കുന്നു. പിടിവലി നടന്നതിന്റെ ഭയങ്കരമായിട്ടുള്ള ലക്ഷണമുണ്ട്. എന്തുവാ? ആ പവിത്രനെ കാണാനില്ല. ഇന്നലെ രാത്രി ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടതാ. ഇതിന് സംശയിക്കാനൊന്നുമില്ല. പവിത്രനെ തട്ടി. നാളത്തെ സൂര്യോദയം കാണിക്കില്ലെന്ന് ഒരു കാപാലികൻ പറഞ്ഞില്ലേ? അയാള് തന്നെ. വെറുതെ അനാവശ്യം പറയരുത്. കൊച്ചി നാളിറക്കുമെന്ന് താൻ പറഞ്ഞില്ലേ? കൊച്ചി നാളിറക്കിയാണോ അതോ ഇയാൾ നേരിട്ട് ചെയ്താണെന്ന് മാത്രം ഇനി അറിഞ്ഞാ മതി. ഇവൻ പറയുന്ന ആരും വിശ്വസിക്കരുത്. ഇന്നലെ രാത്രി ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല.
വീട്ടിലിരുന്ന് സ്മാൾ അടിക്കായിരുന്നു. അതിന്റെ തലവേദന ഇപ്പോഴും തലയ്ക്കായതുകൊണ്ട് അത് തന്നെ അതിന്റെ ഏറ്റവും വലിയ തെളിവ്. ഇവിടെ എന്തുവാ പ്രശ്നം? ഗോവിന്ദേട്ടാ, പൂഴ്ത്തി വെച്ചിരിക്കുന്നത് എന്ത് ചെയ്യണം? കേട്ടില്ലേ? ട്രൂത്ത് ഈസ് അണ്ടർവെയർ. സത്യത്തെ ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റില്ല. സംഭവം നടത്തിയിട്ട് വക്കച്ചന്റെ വീട്ടിലാണ് ആയുധങ്ങൾ പൂഴ്ത്തി വെച്ചത്. അത് കൊലയുടെ കാര്യം പറഞ്ഞ കൊലയുടെ കാര്യം തന്നെ ഞാനും പറഞ്ഞത്. അബദ്ധത്തിലാണെങ്കിലും പ്രതി കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. കൊലയുടെ കാര്യം ഇവരെങ്ങനെ അറിഞ്ഞത്? എന്താ ഗോവിന്ദേട്ടാ? എസ് ഐ കരിക്കൻ ജോർജ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തോർത്തിൽ കരിക്ക് പൊതിഞ്ഞ് നിങ്ങളുടെ മർമ്മസ്ഥാനങ്ങൾ ഓരോന്നോരോന്നായി ഇടിച്ച് തകർക്കും. എന്നിട്ട് നിങ്ങൾ സത്യം പറഞ്ഞാൽ മതി. കൊലപാതകത്തിന് പിന്നിൽ കരകൗശല കയറ്റുമതിക്കാരന്റെ കറുത്ത കൈകളാണെന്ന് പത്രക്കാർ എഴുതും. ആളുകൾ നിങ്ങളെ പുച്ഛിക്കും. താൻ ആജീവനാന്ത വഴി എണ്ണും. 1 2 3 4. അമ്മ വിഷമിക്കാതെ, എന്റെ അച്ഛനല്ലേ കൂടെ. അച്ഛൻ വേണ്ടത് ചെയ്തോളൂ. തനിക്കറിയാവോ, അവനെന്റെ മോളെ കെട്ടാത്തതിന്റെ നാണക്കേട് കാരണമാണ് സർവീസ് ചെയ്ത് ലോങ് ലീവ് എടുത്ത് ഞാൻ ഈ ഓണം കയറാമൂലെ വന്ന് ഒളിച്ച് താമസിക്കേണ്ടി വന്നത്. എന്റെ മോള് കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ് പിടിവാശിയിൽ നിൽക്കുന്നത്. മകള് കെട്ടിയില്ലെങ്കിൽ മകളുടെ മക്കളെ കെട്ടിച്ചെങ്കിലും സാറിന് ആശ നിറവേറ്റാവല്ലോ. അല്ല, ഞാൻ ഉദ്ദേശിച്ച അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. എന്റെ ദൈവമേ. പേടിക്കണ്ട, അവസരം കിട്ടിയാൽ അവനെ കാച്ചാനാ ഞാൻ ഈ റിവോൾവർ കൂടെ കൊണ്ട് നടക്കുന്നത്. ഇന്ന് നമ്മൾ സന്തോഷിക്കേണ്ട ദിവസമാ. രാവിലെ തൊട്ടേ ഞാൻ ആഘോഷിക്കുകയായിരുന്നു. തനിക്ക് ഇങ്ങോട്ട് ഒഴിക്കട്ടെ ഒന്ന്? വേണമെന്നില്ല. ഓ, എന്തൊരു കുടിയാ എന്റേത്. ഇത്ര പെട്ടെന്ന് എന്റെ ക്ലാസ് കാലിയായോ? എന്റെ സാറേ, അത് ആഘോഷിക്കാനല്ല. ആ കൊലക്കേറ് എന്റെ കഴുത്തിൽ നിന്ന് എടുത്തു കളയാനൊന്ന് സഹായിക്കണമെന്ന് പറയാനാ ഞാൻ വന്നത്. താൻ അയാളെ കൊല്ലുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തിയെന്ന് വെച്ച് താൻ ഒരിക്കലും കുറ്റക്കാരനാവില്ല. പിന്നെ സംശയത്തിന്റെ പേരിൽ പോലീസിൽ തന്നെ അറസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ 2 ഇടിയും തരാം. എന്റെ പുള്ളി സാറേ, എന്നെ അറസ്റ്റ് ചെയ്തതെന്ന് ആ എസ് ഐ കരിക്കൻ ജോർജിനോട് ഒന്ന് പറയണം സാറേ. പിന്നെന്താ, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം. ഓ, പക്ഷേ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവനെ ചെറുതായിട്ടൊന്ന് ഉപദ്രവിച്ചിട്ടുള്ളതാ. ഇന്നാളൊക്കെ ഞാൻ ഒരാളെ വിടണമെന്ന് വിളിച്ചു പറഞ്ഞപ്പോ എന്നോടുള്ള ബഹുമാനാർത്ഥം ഓർത്തിൽ 2 കരിക്കിന് പകരം 3 കിട്ടിയ അവൻ അയാളെ അടിച്ചു. വിളിക്കണ്ട. താനിങ്ങനെ പേടിക്കാതെ. ഓ, ഇതിനിടയ്ക്ക് ഞാൻ അത് പഠിച്ചോ? കരിക്കൻ ജോർജ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അച്ഛൻ മുങ്ങിയാലോ? അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അച്ഛനോട് നിൽക്കും. മാതൃഭൂമിന്ന് പവിത്രൻ എന്നൊരാളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാനില്ലെന്ന് പത്രാഫീസിൽ ഫോൺ വന്നിരുന്നു. ഫോൺ സ്റ്റേഷനിലേക്കും വന്നിരുന്നു. പക്ഷെ ആരെങ്കിലും രേഖാമൂലം പരാതിപ്പെടാതെ അന്വേഷിക്കുന്നത് എങ്ങനെ? പരാതി ഞാൻ തരാം സാറേ. താനാണോ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തത്? യെസ്, ഐ ആം ദി മാനേജർ ഓഫ് ദി ചുങ്കത്തറ ഗസ്റ്റ് ഹൗസ്. ഈ ക്ലോസ് ആയ പവിത്രൻ മൈ ക്ലോസ് ഫ്രണ്ട് ആണ്. ദാറ്റ് ഈസ് ദ ഡ്യൂട്ടി ബൈ ഷോപ്പ് ഓഫ് മീറ്റ് യു ഫോണിംഗ് യു. നിർത്തടാ നിന്റെ പൊട്ട ഇംഗ്ലീഷ്. പവിത്രൻ മരിച്ചു എന്ന് നിന്നോടാരാ പറഞ്ഞത്? അയാളെ കണ്ടോ? എന്നെ തന്നെ. ആ നിൽക്കുന്ന ആൾ പവിത്രനെ കൊല്ലുമെന്നും ശവം പോലും പുറത്ത് കാണിക്കില്ലെന്ന് പറഞ്ഞു സാർ. എന്നെ താനാ ഡോഗ് സ്ക്വാഡിനെ എന്ന് വിളിക്കുക. ശരി സാർ. പോലീസ് പട്ടിക്ക് ബിസ്ക്കറ്റ് വല്ലതും വേണമെങ്കിൽ എന്റെ സ്വന്തം ചെലവിൽ വാങ്ങിത്തരാം സാർ. നമസ്കാരം സാർ. പവിത്രനെ കൊല്ലുന്ന താൻ പറഞ്ഞിരുന്നോ? പറഞ്ഞു എന്നുള്ളത് നേരാ. പക്ഷെ പറഞ്ഞ വാക്ക് പാലിക്കാത്ത നിറയേട്ടവനാണ് സാർ ഞാൻ. സാറിന് കാര്യം പിടിയിട്ട് താൻ വാക്ക് പാലിക്കുന്നവനാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് തീരുമാനിക്കാം. അവസാനമായി അയാളെ എവിടെ കണ്ടത്? പാലച്ചോട്ടിൽ. അവിടെ എവിടെയാ പാല? പാലയല്ല സാർ, പാലം അണ്ടർ ദി ബ്രിഡ്ജ്. നടക്ക മാറണോ? അല്ല, എന്റെ അച്ഛൻ അങ്ങനെ ആരും ഉപദ്രവിക്കത്തില്ല സാർ. അച്ഛൻ ആരും ഉപദ്രവിക്കില്ല. കൊച്ചിന്ന് ആളെ കൊണ്ടാണല്ലോ ഉപദ്രവിച്ചത്. സാർ, ഇനി ആരെങ്കിലും രഹസ്യമായിട്ട് ഏതെങ്കിലും വീട് മോട്ടിട്ടുണ്ട് വരെയായിരിക്കോ? അത് ഇയാളുടെ പണിയായിരിക്കുള്ളൂ. സാർ, ഇതാണ് പവിത്രൻ. ഇവൻ കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞയാൾ.
നീ എന്നെ കള്ളക്കേസ് കൊടുക്കുമല്ലടാ. ആശ്വസിക്കാൻ വരട്ടെ. അയാൾ കൊല്ലപ്പെട്ടോ ഇല്ലയോന്ന് അയാൾ വന്ന് പറയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. എല്ലേ സാറേ? ഇതെന്താ ഇവിടെ പോലീസും വേണമൊക്കെ? നിന്നെ കാണാതായ വിവരം അറിഞ്ഞിറങ്ങിയതാ. എന്താ ഇതൊക്കെ? ഇതോ, ഇത് ബോട്ടിലൊരു ഹൗസ് ബോട്ട്. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഓട്ടവെള്ളത്തിൽ ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ ഈ ഹൗസ് ബോട്ട് പണിക്കാൻ കരുനാഗപ്പള്ളിക്ക് പോയിരിക്കായിരുന്നു. ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനോ? അതെ, ഞാൻ പണ്ട് വള്ളത്തേലും വള്ളപ്പേരയിലും ഒക്കെ ആയിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. അതിന്റെ സുഖമൊന്നും വേറെയാ. ഈ സായിപ്പ് മദാമയൊക്കെ ഇവിടെ വരുന്നത് എന്തെങ്കിലും പുതിയ അനുഭവങ്ങൾ അന്വേഷിച്ചിട്ടാ. അപ്പൊ അവരെ ആകർഷിക്കാൻ വേണ്ടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. വള്ളത്തിൽ കുടില് കെട്ടാൻ ടൂറിസം എന്താ കുടില് വ്യവസായോ? ഞങ്ങളുടെ ചുങ്കത്തറ ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കാൻ ഗസ്റ്റുകളെ കിട്ടുന്നില്ല. അപ്പോഴാണ് അവന്റെ ഒരു വള്ളിക്കുടിലി. അങ്ങ് വെനീസിലൊക്കെ ഇതുപോലെയുള്ള ഹൗസ് ബോട്ടുകൾ ഇഷ്ടം മാതിരിയാ. അവൻ ഈ പുതിയ കുണ്ടാണ്ടം തുടങ്ങുന്ന കാര്യം ഒരു കാശ് മുടക്കില്ലാതെ 10 ആളെ അറിയിക്കാൻ അവൻ തന്നെ കണ്ടെത്തിയിട അവന്റെ ഈ കാണാതാകുന്ന നാടകം. അത് പത്രത്തിൽ വാർത്തയാറ് നീ ഒറ്റ കാരണം. ആക്ച്വലി ആൻഡ് പ്യൂർലി ബട്ട് ക്ലോസിക്കലി പോടാ. അച്ഛനെ പോടാ. ആ പോടയല്ല, പല്ല് മുഴുവൻ പോടാ. ഇനി അടിച്ച പല്ലളകും. പോടാ പോടാ. അവന്റെ ഈ പുതിയ കച്ചവടം പച്ച പിടിച്ച അത് നമ്മുടെ ഗസ്റ്റ് ഹൗസിനെ ബാധിക്കാൻ പോകുന്നത്. എന്തൊക്കെയോ മനസ്സിൽ കണ്ടോണ്ട് അവന്റെ വരവ്. ഞാൻ അമ്മുനകത്ത് നിൽക്കായിരുന്നു. എന്തിന്? അമ്മുവിന്റെ കാശ് മുഹിച്ച ഞാൻ അമ്മുനത്തിലേക്ക് വന്നതെന്ന് പഴിമാറ്റാൻ വേണ്ടിയാ ഞാൻ ഹൗസ് ബോട്ട് ഇറക്കിയത്. അമ്മുവിന് വേണ്ടിയാ ഞാൻ ഈ കരയിൽ നിൽക്കുന്നത് തന്നെ. എനിക്ക് വേണ്ടി വെറുതെ നിങ്ങൾ വെയിൽ കൊള്ളണ്ട. അമ്മു വന്ന് ഇറങ്ങിപ്പോയപ്പോഴും എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായത്. നിന്നെ തിരിച്ചു വിളിക്കാൻ വന്നപ്പോഴാ ബാങ്കിന് തീ വെച്ചത്. എല്ലാം ചന്ദ്രമുള്ളക്ക് അറിയാം. കരക്കാരെ മുഴുവൻ പറ്റിച്ച കാട്ടുകള്ളം പറഞ്ഞിട്ട് വേണം ഞാൻ വിശ്വസിക്കാൻ. ഞാൻ നിങ്ങളോട് ഒരുപാട് നെറുകേട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ എന്നോട് മാത്രമാണോ നിങ്ങൾ നെറുകേട് കാട്ടിയത്? മരിച്ചുപോയ എന്റെ ചേട്ടനെ പോലും വെറുതെ വിട്ടോ നിങ്ങള്? തൊഴിലാളികളെ പറ്റിക്കാൻ പോലും അവരെ ജീവനുമില്ല സ്നേഹിച്ച പാവത്തിന്റെ പേര് നിങ്ങൾ ഉപയോഗിച്ചില്ലേ? ആരൊക്കെ നിങ്ങൾക്ക് മാപ്പ് തന്നാലും എന്റെ ചേട്ടന്റെ ആത്മാവ് ഒരിക്കലും നിങ്ങൾക്ക് മാപ്പ് തരില്ല. അസ്സലാമലൈക്കും. ഇവിടെ ഇങ്ങോട്ടോക്ക് പുള്ളേ. അല്ല, ഇത് ഞമ്മള് തന്നെയല്ലേ? വലൈക്കും അസ്സലാം. എടാ ഒടിയാ, ഈ മതം മാറി. പതിയെ പറയും മതം മാറിയതല്ലെന്ന്. സൗണ്ട് മാറുന്നില്ല. മതം മാറിയതല്ലെന്ന്, വേഷം മാറിയതാ. അല്ലാതെ ഈ കരയിൽ കാല് കുത്തിയ നാട്ടുകാർ ഇടിച്ച് ഷേപ്പ് മാറ്റും. അതേതായാലും നന്നായി. എന്ത് നന്നായി? ഈ വേഷത്തിൽ കണ്ടപ്പോ അക്കരയിലെ ബീരാനിക്ക ഇളയ മോൾക്ക് വേണ്ടി പെണ്ണാലോചിക്കുന്നു. എന്നിട്ട് സമ്മതിച്ചില്ല. എന്താ? ആ പെണ്ണ് സമ്മതിക്കാതെ ഞാൻ എങ്ങനെ കെട്ടുന്നത്? ഏതായാലും സാറിനെ വീണ്ടും കാണാൻ പറ്റിയത് നന്നായി. സാറ് ഉമ്മാനെ കണ്ടോ? അല്ല, അമ്മൂനെ കണ്ടോ? അമ്മുനെ കണ്ടു. ഇന്ന് ഞാൻ അവളുടെ ചേട്ടന്റെ കേസ് അന്വേഷിക്കാനായി വന്നൊരു കച്ചവടക്കാരനായി മാറി. ഇപ്പൊ ഒരു കച്ചവടക്കാരനായി മാറിയത് ആ കേസ് വീണ്ടും അന്വേഷിക്കാൻ. അജയന്റെ കേസ് തെളിയിക്കണം. അങ്ങനെ ഒരു ഉദ്ദേശം എനിക്ക് പോകുള്ളൂ. ആലിക്കോയ അറിയാലോ? മരിച്ച അജയന്റെ കേസ് ഫയലിൽ വായിച്ചത് ഓർമ്മയുണ്ട്. തൊഴിലാളികൾക്ക് വേണ്ടി സഹകരണാടിസ്ഥാനത്തിൽ ഒരു കയർ ഫാക്ടറി തുടങ്ങാൻ വേണ്ടി തൊഴിലാളി സംഘത്തിന്റെ സ്ഥലവും കെട്ടിടവും അജയൻ വിൽക്കാൻ തീരുമാനിച്ചു. അവിടെ നിന്നാണല്ലോ പ്രശ്നങ്ങളുടെ തുടക്കം. അതെ, ആ സ്ഥലവും കെട്ടിടവും ആലിക്കോയായിട്ട് കച്ചവടം ഉറപ്പിച്ചിരുന്നതാ. അപ്പോഴാ പെട്ടെന്ന് ചുങ്കത്തറക്കാർ വില കൂട്ടി 2 ലക്ഷം കൊടുത്തത് വാങ്ങിച്ചത്. അതറിഞ്ഞ ആലിക്കോയ ചുങ്കത്തറക്കാരുടെ കാശിന്റെ മൂപ്പ് കണ്ട് ഞാൻ മോഹിച്ച സ്ഥലം എനിക്ക് തരാതെ എന്നെ പറ്റിച്ചതിന് നിന്നെ ഞാൻ വെറുതെ വിടില്ല. ആലിക്കോയ ആരാന്ന് ഞാൻ മനസ്സിലാക്കി തരാം. സഹകരണ സംഘം തുടങ്ങാൻ അന്ന് രാത്രി ആ 2 ലക്ഷം രൂപയായിട്ട് തിരുവനന്തപുരത്തേക്ക് തിരിച്ച ആ സമയത്താ അജയനെ. അന്ന് രാത്രി ആലിക്കോയും കൂട്ടരും ഇക്കരയ്ക്ക് വരുന്നത് കണ്ടവരുണ്ട്. പക്ഷേ വളരെ ബുദ്ധിപൂർവ്വം ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ആസൂത്രണം ചെയ്ത കൊലപാതകമായത്. ആലിക്കോയമായിട്ടൊരു കച്ചവട ബന്ധം സ്ഥാപിക്കണം. എന്നിട്ട് വേണം അതിന്റെ ഉള്ളുകള്ളികൾ ഓരോന്നായിട്ട് ചികഞ്ഞെടുക്കാൻ. സഹായം ചോദിക്കാൻ വന്നു. നിന്നെ പോലെ ബുദ്ധിയുള്ള ഒരു പഹയന് നമ്മുടെയൊക്കെ സഹായം എന്തിനാ?
ഈ തുടങ്ങിയ പുതിയ കച്ചവടത്തെ കുറിച്ചൊക്കെ അറിഞ്ഞ്. ഹൗസ് ബോട്ടിന് ഇപ്പോ ദിവസം ചെല്ലുന്തോറും ആവശ്യക്കാർ കൂടിക്കൂടി വരിക. ഒരു 5-6 ഹൗസ് ബോട്ട് കൂടെ ഇറക്കി വലിയ രീതിയിൽ തുടങ്ങിയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കൈ കാശില്ല. മുതലാളി കാശിറക്കുകയാണെങ്കിൽ പപ്പാതി പാർട്ട്ണർഷിപ്പിൽ തുടങ്ങാം. എന്ന് പറയുന്നു. എന്താ എന്നെ വിളിപ്പിച്ചത്? വാട്ട് ആർ യു കോൾ? പറയാം, കമലം കേറ്. ചുങ്കത്തറ ഗസ്റ്റ് ഹൗസിന്റെ മാനേജറാണ് ഞാൻ. ഒരു ഹൗസിംഗ് ബോട്ട് വാങ്ങിയെന്ന് കരുതി എന്നെ പോലൊരു വലിയ മനുഷ്യനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താൻ കാരണം വാട്ട് ആർ ദ റീസൺ ഓഫ് ദ ക്വസ്റ്റ്യൻ? ആലിക്കോയായിട്ട് ചേർന്ന് 7-8 ഹൗസ് ബോട്ട് ഇറക്കിയാലോ എന്ന് ആലോചിക്കുന്നു. ആലിക്കോയാണ് കാശ് മുടക്കുന്നതെന്ന് പറഞ്ഞാൽ കരക്കാർ ഈ കച്ചവടത്തിന് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു ബിനാമി വേണം. കമലഹാസന് ബിനാമിയാകാൻ പറ്റുമെന്ന് അറിയാനാ വിളിപ്പിച്ചത്. 1000 rupees സാലറി വാങ്ങുന്ന എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ബെന്യാമിൻ സപ്ലയർ ആണെന്ന് എന്നെ കിട്ടില്ല. വേണേ ഞാൻ ഇവിടുത്തെ അസിസ്റ്റന്റ് മാനേജർ ആവും. ബിനാമി എന്ന് വെച്ചാൽ പകരക്കാരൻ മുതലാളി എന്നാ. ആ ആലിക്കോയാണ് കാശിറക്കുന്നത് പുറത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് കരക്കാരൻ മുമ്പിൽ നീയാണ് കാശിറക്കുന്നത്. നീയാണ് എന്റെ പാർട്ട്ണർ. കമല സുഖത്തറയത് അടിയും പച്ചവെള്ളം എന്റെ ശമ്പളം. പച്ചവെള്ളം എന്തിനാണെന്ന് അറിയോ? അടി കൊണ്ട് ചോര തുപ്പിക്കളഞ്ഞിട്ട് വാ കഴുവാൻ. നിന്റെ കാശൊക്കെ എവിടെ പോയി? എന്റെ ബാങ്കിൽ ഇട്ടിരുന്ന 1.5 ലക്ഷം രൂപ എന്റെ സ്വത്തുക്കളൊക്കെ ലേലം ചെയ്തപ്പോ നിനക്ക് തിരിച്ചു കിട്ടിയില്ലേ? അതൊക്കെ തിരിച്ചു കിട്ടി. അത് കഴിഞ്ഞ് ഇവിടെ വന്നൊരു മദാമായിട്ട് പരിചയപ്പെട്ട് അവളുമായിട്ടൊന്ന് ഗോവാക്ക് പോയതാ. കാശ് മുഴുവൻ അവളുടെ വായി പോയി. എന്റെ കാശ് പോയ കാര്യം ഇവിടെ ആർക്കും അറിയില്ല. എല്ലാവരും പറയും കാശ് ഇന്ന് വരും നാളെ പോകുന്നു. പക്ഷെ എന്റെ കാശ് അന്ന് പോയ പോക്ക ഇന്ന് വരെ തിരിച്ചു വന്നിട്ടില്ല. മൈ കണ്ടോളൻസ്. എന്റെ വിധി. നീ സമാധാനമായിട്ടിരിക്കും. നമ്മുടെ ബോട്ട് ഇറങ്ങട്ടെ, നിന്റെ എല്ലാ വിഷമവും മാറും. ബോട്ട് ഉടനെ തന്നെ ഇറങ്ങും. ഉടനെ ഇറങ്ങും. ഇവനെവിടുന്ന ഇതിനും മാത്രം കാശ്? ഇനി ജയിലിൽ നിന്ന് വരുന്നവര് കുഴലിൽ നിന്ന് എങ്ങനെ കുഴൽപ്പണം കിട്ടി കാണുമോ? What is it? Oh, nice boats. Beautiful boats. Jumping the boat, but carefully. Come on. Everybody go and install a boat. Wow, Go this is inside. nice. Go inside. Come, go inside. ചുങ്കത്തറ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ചാടി പോകുന്നവരാ. അതിനായിട്ട് എനിക്ക് 1 മണിക്കൂർ നേരം സ്പീച്ച് ചെയ്യേണ്ടി വന്നു. കണ്ടാലേ അറിയാൻ നല്ല ക്ഷമാശീലമുള്ളവരാണ്. നീ വന്നേ. ബോട്ട് പണിയാൻ മൊത്തം കാശും വേണ്ടി വന്നില്ല. ബാക്കി ഇത്രയും കാശുണ്ട്. ഇതിപ്പോ എന്റെ പേരിൽ ബാങ്കിലിടണ്ട, നിന്റെ പേരിലിട്ടാ മതി. എടാ, എനിക്ക് നിന്നെ വിശ്വാസോടാ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളിനെ വിശ്വസിക്കുന്നത്, പ്രത്യേകിച്ച് കാശിന്റെ കാര്യത്തിൽ. സാറിന്റെ കാശിനാഥനാണ്. നീ നേരങ്ങളേതാ ബാങ്കിൽ പോ. ഓ, He's going down a tree. We can go to the market, we can relax, we can go to the beach. Well, the beach is really much better than the hey, market. Mr. and Mrs. Housing board. Housing board. What are you saying? Yeah. Sorry, we don't understand. Food and accommodation in the water. Do you want some tea or You want- something? Onam rebate 20% discount. You interested? Anjapano, how are you? I am fine. നിനക്ക് ചുങ്കത്തറക്കാരുടെ ഗസ്റ്റ് ഹൗസിൽ തന്നെ ഹൗസ് ബോട്ടിലേക്ക് ആളെത്തിക്കണം. അയ്യോ, എന്നെ തല്ലല്ലേ. ഇവിടുത്തെ ഗസ്റ്റുകളോട് ഞാൻ ഹൗസിംഗ് ബോർഡിന്റെ കാര്യം പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് ഇംഗ്ലീഷിലായിരുന്നു. അവർക്കൊന്നും മനസ്സിലായില്ല. വേണമെങ്കിൽ ചോദിച്ചു നോക്കിക്കോളൂ. ചുങ്കത്തറക്കാരുടെ കച്ചവടം അവസാനിപ്പിച്ചിട്ട് നീയൊക്കെ അവിടെ കഴിയാതെ കഴിയണം. എന്താ അനിയപ്പ ഇത്? മാർക്കറ്റിൽ പുതിയ തരം സാധനങ്ങൾ വരുമ്പോ പഴയതിന് ഡിമാൻഡ് കുറയും. അത് കച്ചവടത്തിൽ പതിവുള്ളതാ. അതിന് മുക്കറേറ്റ് ഇവന്റെ നേരെ വെക്കിട്ട് കയറിയിടുന്ന കാര്യം. ഇവിടെ ഒരു മിനിറ്റ്, ഇവനോട് 2 വാക്ക് സംസാരിച്ചിട്ട് വരാം. എന്താടാ നോക്കണത്? എങ്ങനെ അടിച്ചാലും അടിയുള്ള പാകത്തിന് നല്ല വീതിയുള്ള ബോഡി വീർപ്പിച്ച് കാണിച്ച് നീ എന്നെ കൊതിപ്പിക്കാനാടാ. ഇവന്റെ ബലത്തിൽ നിന്ന് കുറയ്ക്കുന്നതാ. നീക്ക് ആരാണെന്നാടാ വിചാരം? ഇവർ അന്തിക്കള്ളെന്ന് പറഞ്ഞ് തരുന്നത് പൊടി കലക്കിയ കള്ളും കരിമീൻ എന്ന് പറഞ്ഞ് തിലോപ്പി മത്സ്യവുമാണ് തരുന്നത്. What's going on? He's crazy. നിങ്ങൾക്കത് അണ്ടർസ്റ്റാൻഡ് ആയാൽ അന്ന് ഇവരെ തല്ലിക്കൊല്ലും. എന്താടാ തേച്ച് വേണ. പക്ഷേ ഞങ്ങൾ ഇത് ഇവിടെ വിട്ടു പോകുമെന്ന് വിചാരിക്കണ്ട.
കൊടികെട്ടിയ ഒരു ബാങ്ക് മുതലാളി ആ കാശിന് വകയില്ലാതെ ഈ കരവിട്ട് പോയത് മറന്നിട്ടില്ലല്ലോ. ഒന്നും മറന്നിട്ടുമില്ല, ഒന്നും മാപ്പാക്കിയിട്ടുമില്ല. അടിക്കേണ്ട സമയത്ത് നേരെ മുമ്പിൽ ഒന്ന് നെറുകന്തലക്കടിക്കും, അല്ലാതെ ആരും കാണാതെ പുറയുന്നടിക്കൂല. കാരണവരെ, ഇവന് കച്ചവടം പോയതിന്റെ ഹാലളകി നിൽക്കുക. അതുകൊണ്ടൊന്നും സൂക്ഷിക്കുന്നത് നല്ല. മോനെ പൗത്ര, ചാറ്റമഴയത്തൊന്നും നനയും, ഒന്ന് കുളിരും, പക്ഷേ മുങ്ങിപ്പോകാനൊന്നും പോകുന്നില്ല. ചെളിക്കുണ്ടി നിൽക്കുന്നവന് മുങ്ങിച്ചാകാൻ കാലൊന്ന് വഴുതിയാ മതി. വഴുതും വീഴും. വീഴ്ത്തിയിരിക്കും. നമ്മുടെ കച്ചവടം കൊണ്ട് തട്ടുകിട്ടിയേക്കുന്നത് ചുങ്കത്തറക്കാർക്കാ. നമ്മളെ നശിപ്പിക്കാൻ അവരെന്തും ചെയ്യും, പ്രത്യേകിച്ച് ആ അനിയപ്പൻ. നമ്മുടെ കച്ചവടം നിലനിൽക്കണമെങ്കിൽ ആ അനിയപ്പനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കണം. അയ്യോ, അതിനിക്കായ ഒന്നും ചെയ്യണ്ട. എന്റെ ബാങ്ക് കത്തിച്ചവനാ. അവനോട് ചെയ്യേണ്ടത് ഞാൻ നേരിട്ട് ചെയ്തോളാം. പക്ഷെ അവനെ പോലെ ചെറ്റയെ തട്ടിയിട്ടും ജയിലിൽ പോകാൻ വയ്യ. ഒരു തെളിവില്ലാതെ വേണം അവന് തീർക്കാൻ. അതിനിക്കായുടെ ചില ഉപദേശങ്ങളൊക്കെ എനിക്ക് വേണ്ടി വരും. തെളിവും തൊണ്ടില്ലാണ്ട് ആളെ കൊല്ലുന്നതിനെ പറ്റി ഞാൻ എന്ത് ഉപദേശിക്കാനാ? അത് കളാ. ഇക്കായ്ക്ക് അതിനുള്ള അനുഭവം വെച്ച് നോക്കണമെന്ന് എനിക്കറിയാം. ഇപ്പൊ തന്നെ വേണമെന്നില്ല. ഇക്കായ്ക്ക് എന്നെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം തോന്നുമ്പോൾ മാത്രം മതി. കടവെത്തി. ആ, എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വരട്ടെ. ഓ, ഷെയറൊക്കെ ഞാൻ ഇങ്ങോട്ട് എത്തിക്കാം. ആയിക്കോട്ടെ. ഓ, ആലിക്കോയ്ക്ക് ഓന്റെ അത്ര ബുദ്ധിയില്ലാന്ന അവന്റെ വിചാരം. ഓൻ പങ്ക് കച്ചവടത്തിന് വന്ന ഒന്നല്ല. അവന്റെ ഉള്ളിൽ ഇപ്പോഴും ആ പഴയ പോലീസുകാരനുണ്ട്.